എസേക്യാവ് 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവന് കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭർത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭർത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന് മുമ്പിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളയുവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവവസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു. അവനെ വസ്ത്രം ധരിപ്പിച്ച് യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ എന്റെ വഴിയിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലയോ? ഞാൻ എൻ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണും ഉണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറിക്കുമോ?